ഗസയിൽ ബന്ദിമോചനമുടൻ ജീവിച്ചിരിക്കുന്ന 20 ബന്ദികളെ ഹമാസ് കൈമാറും. ഗസ യുദ്ധം അവസാനിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ട്രംപ് ഇന്ന് ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിൽ സമാധാന ഉച്ചകോടിയിലും പങ്കെടുക്കും. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് ഈവനിംഗ്. ഇന്ന് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകും. സമാധാനം അവിടെയായി, യുദ്ധം തീർന്നു എന്ന് പറയുമ്പോഴും ചില തരത്തിലുള്ള അസ്വസ്ഥതകളും അശാന്തികളും ഒക്കെ അതിർത്തിയിൽ കാണാം എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇന്ന് എന്തൊക്കെയായിരിക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇസ്രയേലിൽ ഉണ്ടാവുക? ബന്ദിമോചനം എപ്പോൾ ആരംഭിക്കും? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ഇസ്രയേൽ ഹമാസ് അംഗീകരിച്ച ഡൊണാൾഡ് ട്രംപ് മുമ്പോട്ട് വെച്ച 20 പോയിന്റ് സമാധാന കരാറിന്റെ 1ാം ഘട്ടമാണ് ഇന്ന് ആരംഭിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രയേലിലെ ടെൽ അവീവിൽ എത്തും. ബന്ദികളുടെ മോചനം ഏത് നിമിഷവും എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 20 പേരെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. 28 പേർ മരണപ്പെട്ടു. അവരുടെ ശരീരവും ഇത് കൈമാറുന്നതായിരിക്കും. ബന്ദികളെ 3 ബാച്ചുകളായിട്ട് വിട്ടയക്കുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. 2 ബാച്ചിനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പ്രാദേശിക സമയം രാവിലെ 8 മണിക്ക് വിട്ടയക്കും. 3ാം ബാച്ച് 1 മണിക്കൂറിന് ശേഷം മറ്റൊരു സ്ഥലത്തു നിന്നായിരിക്കും മോചിപ്പിക്കുകയും ചെയ്യുക. കരാറിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി ഇസ്രയേലിലെ ഏകദേശം 2000-ഓളം വരുന്ന പാലസ്തീൻ തടവുകാരെയും അത് മോചിപ്പിക്കുന്നതായിരിക്കും. ട്രംപ് ഇസ്രായേൽ പാർലമെന്റിനെ ഇന്ന് അഭിസംബോധന ചെയ്യും. ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പാർലമെന്റിൽ ഉണ്ടാകും. ഇന്ന് ഉച്ചയോടെ വൈറ്റ് ഹൗസിൽ നിന്ന് തിരിക്കും മുമ്പ് ഗസ യുദ്ധം അവസാനിച്ചെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം ഗസയിൽ മാനുഷിക സഹായം വർദ്ധിച്ചു വരികയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. മാർച്ചിന് ശേഷം ഇതാദ്യമായിട്ടാണ് പാചകവാതകം എത്തിച്ചേർന്നതും അതുപോലെ ഭക്ഷണ മെഡിക്കൽ ഡെലിവറികൾ വലിയ തോതിൽ വർദ്ധിച്ചതായിട്ടും ഐക്യരാഷ്ട്രസഭ പറഞ്ഞു. ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിൽ പ്രസംഗിക്കുന്ന 4ാമത്തെ US പ്രസിഡന്റ് ആയിരിക്കും ഡൊണാൾഡ് ട്രംപ്. ഇതിനു മുമ്പ് സംസാരിച്ചത് ജിമ്മി കാർട്ടറും ക്ലിന്റനും അതുപോലെ ജോർജ് ബുഷുമായിരുന്നു. പിന്നീട് ഈ ഗസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഉച്ചകോടിയിൽ 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഈജിപ്തിൽ US പ്രസിഡന്റിനോടൊപ്പം ചേരുന്നതായിരിക്കും. കൃഷ്ണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ചില ചർച്ചകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹമാസിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ഇപ്പോൾ പാലസ്തീൻ തടവുകാരായിട്ട് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ചില നേതാക്കളുടെ കാര്യത്തിൽ, വിട്ടയക്കുന്നവരുടെ കാര്യത്തിൽ തീരുമാനം ആകുന്നതിലുള്ള ചില പ്രശ്നങ്ങളാണിത്. കൃഷ്ണ, ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം ബന്ദിമോചനം ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.